ഹലോ ഡിയേഴ്സ്, ഇത് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോണത്. അതിനായിട്ട് സിൽക്ക് ത്രെഡും ആന്റി ഗോൾഡൻ ബീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ സിൽക്ക് ത്രെഡ് ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. 16 സ്ട്രാൻഡ്സ് എടുത്തിട്ട് പാറ്റേണിൽ റൗണ്ട് മാർക്ക് ചെയ്തേക്കണിൽ റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് താഴേന്ന് നീഡിൽ കുത്തിയെടുത്തിട്ട് നീഡിലിൽ 2 തവണ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് താഴോട്ട് കുത്തിയെടുക്കാണ്. താഴോട്ട് നീഡിൽ വലിക്കുന്ന സമയത്ത് ഒരു റിംഗ് പോലെ ഫോം ചെയ്തിട്ടുണ്ടാവും. അത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള റിംഗ് നോട്ട്സ് കിട്ടും. ഈ റൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് റിംഗ് നോട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ നീഡിൽ നമ്പർ 5ഉം ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 10 ആണ് യൂസ് ചെയ്യാറ്. നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ സിൽക്ക് ത്രെഡ് ആണോ മാച്ച് ആവുന്നത് ആ കളർ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡിന് പകരമായിട്ട് ആങ്കറിന്റെ ത്രെഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ലീഫിന്റെയും സ്റ്റെമ്മിന്റെയും പോർഷനിൽ ആന്റി ഗോൾഡൻ ബീഡ്സ് ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ലീഫ് ചെയ്യാനായിട്ട് ആന്റി ഗോൾഡൻ ബീഡ്സ് 3 എടുത്തിട്ട് ചെരിച്ച് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 തവണ ചെയ്യുമ്പോൾ ഒരു ലീഫ് കിട്ടും. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നോർമൽ ഗോൾഡൻ ബീഡിനേക്കാളും നല്ലത് ആന്റി ഗോൾഡൻ ബീഡ്സ് ആണ്. കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആന്റി ഗോൾഡൻ ബീഡ്സ് ആണ്. ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ നീഡിൽ നമ്പർ 10 യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് തുന്നിയെടുക്കാം. ഫ്ലവറിന്റെ സെന്ററിൽ വെക്കാനായിട്ട് വലിയ ആന്റി ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ചെറിയ ബീഡ്സ് തന്നെ എടുത്തിട്ടാണ് ബാക്കിയുള്ള പോർഷൻസ് തുന്നിയെടുക്കുന്നത്.
ഇനി ബാക്കിയുള്ള ഈ ചെറിയ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ആദ്യം സെൻറ്ററിൽ ഒരു വലിയ ബീഡ് തുന്നി കൊടുക്കുക. അതിൻ്റെ ചുറ്റിനായിട്ട് ചെറിയ ബീഡ്സ് ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ.